എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് രഞ്ജിത്ത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള ഗാർലിക് മയോണൈസ് എങ്ങനെ ചെയ്യണമെന്നാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫേബറിൻ്റെ സ്പോർട്സ് ബ്ലെൻഡറാണ്. അത് 3 ടൈപ്പ് കാറ്റഗറിയാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്നാമത് മസാല ഗ്രൈൻഡർ ഉണ്ട്, പിന്നെ ഒരു ചോപ്പർ ഉണ്ട്, പിന്നെ ബ്ലെൻഡർ ഉണ്ട്. നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ഇപ്പോൾ മയോണൈസ് തയ്യാറാക്കാൻ പോകുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗാർലിക്, ഒരു 4 പീസ് ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് ഇതിന് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഗാർലിക് ഇട്ട് കൊടുത്തു. ടൈറ്റ് ആവാനായിട്ട് വിനേഗർ മസ്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ടൈറ്റായിട്ട് കിട്ടില്ല. പിന്നെ വൈറ്റ് പെപ്പർ, അതിനാവശ്യത്തിനുള്ള ഉപ്പ്. എഗ്ഗ് വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഇത് കിട്ടും. ഇതിൽ വന്നിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിറ്റാച്ചബിൾ ബ്ലേഡാണ്, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. നമ്മൾ കൂടുതലായിട്ട് അടിച്ച് ചെയ്യുന്നത് ഓൾറെഡി ഹീറ്റ് ആയിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. സെക്കൻഡ് മാത്രമേ നമ്മൾ അടിച്ചെടുക്കാവുള്ളൂ. നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇത് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വേണം, ഇത് ബാലൻസ് ചെയ്തിട്ട് വേണം നമുക്ക് മയോണൈസ് തയ്യാറാക്കാൻ. ഇതിൽ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് നമ്മുടെ മയോണൈസ് മാറി. നമുക്കിത് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് കൊണ്ട് ഫാസ്റ്റായിട്ട് ടൈറ്റായിട്ടുള്ള മയോണൈസ് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു ഭാഗം പോലും ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ള മയോണൈസാണ് കിട്ടിയിരിക്കുന്നത്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സ്വെൽ ഹൈ ഫ്ലോ ടെക്നോളജി ആയതുകൊണ്ട് തിക്കായിട്ടും ഫാസ്റ്റായിട്ടും നമ്മുടെ മയോണൈസ് കിട്ടി. നമ്മൾ ബ്രെഡിലേക്ക് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. Magic is in the making.